ധന്യ, ഇസ്രയേൽ ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തുന്നതിന് അവർ കൊടുക്കുന്ന ന്യായീകരണം ഭീകരവാദികളെ ഖത്തർ സംരക്ഷിക്കുന്നു, ഹമാസിനെ അവർ അഭയസ്ഥാനം കൊടുക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി ആക്രമിച്ചു. അപ്പോൾ ഇസ്രയേൽ കൊടുക്കുന്ന ഒരു സന്ദേശം ഇതാണ്: എവിടെയൊക്കെ ഭീകരവാദികളുണ്ടോ അവിടെയൊക്കെ അവർ ആക്രമണം നടത്തും എന്നുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. പറഞ്ഞു വരുമ്പോൾ ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. അതിലേറ്റവും കൂടുതൽ ഭയക്കേണ്ടത് പാകിസ്ഥാനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്ത് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത്. വികസനം കൊണ്ടുവരാതെ ഒരു രാജ്യത്തെ ജനാധിപത്യമായി തിരഞ്ഞെടുത്ത സർക്കാർ അവിടെ ഒന്നുമല്ലാതാവുകയും പട്ടാള ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യം, അതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഒരു രാജ്യം. ഇന്ത്യയെ ശത്രുവായി കാണുമ്പോഴും തങ്ങൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ 90% ചിലവഴിക്കുന്നത് ഭീകരർക്ക് വേണ്ടി, അവരുടെ പരിശീലനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ്. വർഷങ്ങളായി നിലനിൽപ്പിന് വേണ്ടി, അവിടുത്തെ സമാധാനത്തിന് വേണ്ടി ഒക്കെ പോരാടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ പലതവണ ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ അടക്കമുള്ള ഭീകര സംഘടനകൾ ഏറ്റുമുട്ടലുകൾ നടത്തുന്നു, പേജർ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നു, പല ഹിസ്ബുള്ള നേതാക്കളും ഹമാസ് നേതാക്കളും കൊല്ലപ്പെടുന്നു. ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഭീകരവാദത്തെ ഞങ്ങൾ തുടച്ചു നീക്കും, ഇതിൽ ഇനി ഒരു തരത്തിലുള്ള നീക്കങ്ങൾക്കും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഈ താഴ്ന്നു കൊടുക്കലിനും ഞങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറല്ല. ഒന്നുകിൽ ഇവർ പാടെ ഇത് നിർത്തി പോവുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇനി ഉണ്ടാവില്ല. ആ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ കിടന്ന് തിളയ്ക്കണ്ട, തിളച്ചാലും അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾ അത് അനുവദിക്കില്ല. അതുകൊണ്ട് ഏത് മാളത്തിൽ ചെന്ന് ആരുടെ തുണിയുടെ ഇടയിൽ ഒളിച്ചാലും ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ പൊക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ ഖത്തറിൽ മധ്യസ്ഥത വഹിക്കാൻ, അമേരിക്ക മധ്യസ്ഥത വഹിക്കാൻ ഇരുന്നപ്പോൾ ഖത്തറിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. പലരും പറയുന്നു ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന്, പലർ പറയുന്നു ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന്. എന്തായാലും ഹമാസിനും ഖത്തറിനും അതൊരു വലിയ അടിയായിരുന്നു. കാരണം ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ പറഞ്ഞത്, ഇന്ത്യയിൽ വന്നപ്പോൾ പോലും ഖത്തർ പറഞ്ഞത്, ഭീകരവാദത്തെയും ഭീകരവാദികളെയും ഞങ്ങൾ എതിർക്കുന്നു, ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ എടുക്കുന്ന എല്ലാ നിലപാടിനും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഖത്തർ പറഞ്ഞ നിലപാട്. പക്ഷേ അതിന് നേർ വിപരീതമായാണ് ഖത്തർ അവരുടെ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അതായത് ചെല്ലും ചെലവും കൊടുത്ത് ഭീകരവാദികളെ അവിടെ വളർത്തുന്നു, അവർക്ക് വലിയ ആഡംബര ജീവിതങ്ങൾ ഒരുക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആ സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പാകിസ്ഥാനെ സംബന്ധിച്ചും അത് തന്നെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. മതം പറഞ്ഞുകൊണ്ട്, ഏറ്റവും ഒടുവിൽ മതം പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയത്. അത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അത് വിലപ്പോകാത്തത് എന്നുള്ളത് യാഥാർത്ഥ്യം. എങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ സൈന്യവും അതിൽ വേണ്ട കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ട് മാത്രം അത് വലിയ കലാപ അന്തരീക്ഷത്തിലേക്ക് പോയില്ല. ഇല്ലെങ്കിൽ അമുസ്ലിങ്ങളായവരെ മുഴുവൻ തീർത്തു എന്ന് പറയുമ്പോൾ, അത് മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് വന്ന ഭീകരവാദികൾ അമുസ്ലിങ്ങളായവരെ മൊത്തവും തീർത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ കലാപം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടേണ്ടതാണ്. ആ കാര്യങ്ങളിൽ ഇന്ത്യൻ ജനത മിതത്വം അല്ലെങ്കിൽ മെച്യൂർഡായി ചിന്തിച്ചു ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ്. ഈ മരിച്ചവർ മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും ഇന്ത്യക്കാരാണ്. അവർ ആ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ തൊട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, അതിനെ ഞങ്ങളുടെ സൈന്യം മറുപടി നൽകും എന്നവർ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകാതെ ശാന്തമായി പോയി എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ മറുപടിയും കൊടുത്തു. ഇവിടെയാണ് പാകിസ്ഥാനിലെ തന്നെ ഒരു അംബാസഡർ, പാകിസ്ഥാനിലെ ഒരു പാകിസ്ഥാനിലെ കാര്യങ്ങൾ മുഴുവൻ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം പറയുന്നത്, അയാളുടെ പേര് ഞാൻ വിട്ടുപോയതാണ്, അയാൾ പറയുന്നത് ഇസ്രായേൽ ചെയ്ത നടപടി ശരിയല്ല. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് അത്ര നേരായ നടപടിയായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് ഖത്തറിനെ മാത്രമല്ല
ഹമാസിനെ കൂടി ആക്രമിച്ചതിന്റെ രീതി ശരിയായി ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ അംബാസിഡർ എണീച്ചു നിന്ന് പറഞ്ഞു, ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇത് പറയാനുള്ളത്? നിങ്ങൾ വായടച്ച് മിണ്ടാതിരുന്നില്ല എങ്കിൽ ഭീകരവാദത്തെ വളർത്തുന്ന ഒരു രാജ്യമായ പാകിസ്ഥാൻ വായടച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇനി ജൂതർ ആക്രമിക്കാൻ പോകുന്നത് പാകിസ്ഥാനെ ആയിരിക്കും. അതൊരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. കാരണം ഒരുപാട് ആയുധങ്ങളും ആയുധ ശേഖരണങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉള്ളവരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ചൈന കൊടുത്ത കുറച്ച് കളിക്കോപ്പുകളായ ആയുധങ്ങളും തുർക്കി കൊണ്ടുവന്നിറക്കിയ വർഷങ്ങൾ പഴക്കമുള്ള കുറെ ആയുധങ്ങൾ മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ഒരു അണുവായുധം ഇപ്പൊ ഇടൂ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ട് അതിൽ ആരും ഭയപ്പെടുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം വാക്കുകളിലൂടെ മാത്രം ചില ഭയപ്പാടുകൾ നടത്താൻ യോഗ്യതയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടുത്തെ പട്ടാളക്കാരെ മുഴുവൻ യുദ്ധത്തിന് വിട്ടിട്ട് അവിടുത്തെ സൈന്യാധിപൻ അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന അസീം മുനീർ ബംഗറിൽ ഒളിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയൊക്കെ അദ്ദേഹം ബ്രിട്ടനിലേക്ക് സുരക്ഷിതമായി അയച്ചിട്ട് അവിടുത്തെ സൈനികരെ ഇന്ത്യൻ പട്ടാളത്തിന് നേരെ അയച്ചിട്ട് ബംഗറിൽ ഒളിച്ച ഒരാളാണ് അവിടുത്തെ സൈന്യാധിപൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഒരു തരത്തിലും ഇസ്രായേലിനെ അപമാനിക്കാനോ ഇസ്രായേലിനെതിരെ ആരോപണങ്ങൾ ഉയർത്താനോ പാകിസ്ഥാന് ഒരു യോഗ്യതയുമില്ല. കാരണം പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്നത് മുഴുവൻ ഭീകരവാദത്തെയാണ്, ഭീകരവാദികളാണ്. അവിടുത്തെ മദ്രസകളിൽ പോലും ഭീകരവാദം പഠിപ്പിക്കുകയാണ്, ഭീകരവാദത്തെ വളർത്തുകയാണ്, ഭീകരർക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ദാരിദ്ര്യത്തിലാണ് അവർ കടന്നു പോകുന്നത്. IMF-ന്റെ ഫണ്ടൊക്കെ, IMF അല്ലേ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതെ, IMF-ന്റെ ഫണ്ടൊക്കെ കിട്ടിയത് പോലും അതിന്റെ എത്രയോ ശതമാനം അവർ വിനിയോഗിച്ചത് ഭീകരരുടെ ചെലവിനും വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇപ്പോഴും അവിടെ അരിക്ക് ബുദ്ധിമുട്ടുന്ന, അന്നുള്ള ജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന, നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ജനങ്ങളെ പോലും നോക്കാതെ അവർ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അവർ മറ്റു പല രാജ്യങ്ങളിൽ അഭയം തേടും. എന്നിട്ട് അവിടുത്തെ സാധാരണ പട്ടാളക്കാരെ യുദ്ധത്തിന് ഇറക്കി വിട്ടുകൊണ്ട് ഭീകരരെ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനായി വിട്ട് നൽകുന്ന ഒരു നിലപാട്, അത് ശരിയായ ഉള്ള നിലപാടല്ല. മാത്രമല്ല ഈ പാകിസ്ഥാൻ ഇറാനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാനിൽ നിന്ന് പലപ്പോഴും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ പ്രത്യക്ഷത്തിലല്ല എങ്കിലും പരോക്ഷമായി പാകിസ്ഥാന്റെ പങ്ക് വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത്. ഭീകരവാദത്തെ വച്ചുവാഴിക്കുന്ന ഒരു രാജ്യങ്ങളും ഞങ്ങളോട് കളിക്കാൻ നിന്നാൽ ആ രാജ്യങ്ങളെ ഒന്നും ഞങ്ങൾ വിടില്ല. ഇപ്പോ ഇസ്രായേലിനെ ഭയന്നുകൊണ്ട് ഇസ്ലാമിക ഉച്ചകോടി പോലും ഇസ്ലാമിക രാജ്യങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ്. കാരണം എങ്ങനെയാണ് ഇസ്രായേൽ ഇക്കാര്യങ്ങളെ നേരിടാൻ പോകുന്നത്? ഇപ്പോ ഭീകര സംഘടനകളെ തൊട്ടപ്പോൾ നമ്മൾ നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ള ഭയത്തിൽ, കാരണം ജൂതന്മാരെ ഭയമാണ് അവർക്ക്, അവർ എങ്ങനെയാണ് പെരുമാറുന്നത്, ഏത് തരത്തിലായിരിക്കും അവരുടെ ആക്രമണം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോ അറബ് രാജ്യങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഭയപ്പാടിലാണ്. ഭീകരരെ വളർത്തുന്ന രാജ്യങ്ങൾ മുഴുവൻ നെഞ്ചിടിപ്പോടെയാണ് ഇരിക്കുന്നത്. ഏത് സമയത്തും ജൂതന്മാരുടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം.